ഈ ഒരു പ്രോപ്പർട്ടീനെ മെയിനായിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഇവിടെ. അതിൽ മെയിനാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്, അതിനൊപ്പം ഇവിടെ റൂമുകൾ. ഓരോ റൂമുകളായിക്കോട്ടെ, ഓരോ ഹാളുകളായിക്കോട്ടെ, അവിടെയെല്ലാം ഒരു 10-200 വർഷം മുന്നേ പഴക്കമുള്ള ആ ഒരു വാസ്തുവിദ്യയുടെ എല്ലാ തര പകിട്ടുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. റൂമുകൾ വളരെ ഹൈജീനിക്കാണ്. പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരും ജമീന്ദാർ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ താമസിച്ചിരുന്ന മുറികളോടും അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന ആ ഒരു സെറ്റ് എയർ അറ്റ്മോസ്ഫിയറോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റുകളും ആ ഒരു കൺസിസ്റ്റൻസിയിൽ അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ടോട്ടൽ 10 റൂമുകളാണുള്ളത്. അതായത് നമുക്കൊരു ഫാമിലി ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഗെറ്റ് ടുഗതറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫുൾ പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് നമുക്ക് ഫുൾ പ്രൈവസിയിൽ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അതിനൊപ്പം തന്നെ ഇവിടെ ഒരു ബാറുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് വരുന്നത് ആലപ്പുഴ ബീച്ചാണ്. അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിൽ ആലപ്പുഴ ബീച്ച് ആസ്വദിക്കാനും നമുക്ക് ഇവിടെ സാധിക്കും. ഈസുകുട്ടി ഇവിടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടണം, കുളിക്കണം, വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, നേരെ പൂളിലേക്ക് എടുത്ത് ചാടാൻ പോവാണ്. ഈ ഒരു പൂള് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു പൂളാണ്. നമ്മൾ എൻട്രി ചെയ്യുന്ന ഒരു ഏരിയയിൽ ഏതാണ്ട് ഒരു 3 അടിക്ക് ഹൈറ്റും പിന്നെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലും തോറും അതൊരു 5.5-6 ഫീറ്റ് വരയ്ക്കും ഒരു ആഴമുള്ളൊരു പൂളാണ്. അതുകൊണ്ട് തന്നെ നീന്താൻ അറിയുന്നവർക്കൊക്കെ വളരെ മനോഹരമായിട്ട് നീന്താനും ലാവിഷായിട്ട് എൻജോയ് ചെയ്യാനും അറ്റ് എ ടൈമിൽ ഒരു 10-15 പേർക്കോളം ഈ ഒരു പൂള് നമുക്ക് യൂസ് ചെയ്യാം. അത്രയും വലിയൊരു പൂളാണിത്. അങ്ങനെ റിസോർട്ടിലത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. റിസോർട്ടിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് പാരാഗ്ലൈഡിങ് കണ്ടത്. വളരെ മനോഹരമാണ് അത് പോകുന്നത് കാണാൻ. അത് ഒരാൾക്ക് 3000 സംതിങ് ആണ് ചാർജ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഒരു ഹാള്, ഒരു എക്സിബിഷൻ ഹാള് എൻ്റെ കേരളം എന്നുള്ളൊരു പദ്ധതിയിൽ ഒരുപാട് ഐറ്റംസും പുതിയ ടെക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും
ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ. ഒരുപാട് പേര് ഇത് കാണാൻ വരുന്നുണ്ടായിരുന്നു. നമ്മളെ തൃശ്ശൂരൊക്കെയുള്ള ഒരു എക്സിബിഷൻ്റെ പോലെയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സിബിഷനാണ്. ഇതിൽ കൂടുതലായിട്ട് ഗവൺമെൻറ് തരമായിട്ടുള്ള കാര്യങ്ങളും പ്രൈവറ്റ് സെക്ടർ അല്ലാതെ ഗവൺമെൻറ് സെക്ടറിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇത് വിസിറ്റ് ചെയ്യാനും ഇത് കാണാനുള്ള ഭാഗ്യം കിട്ടി. കാര്യം നമ്മൾ ഇത് ആലപ്പുഴയിൽ എപ്പോഴുള്ളതല്ല. എന്തായാലും നമ്മൾ വന്ന ടൈമിൽ ഇത് ഉണ്ടായതുകൊണ്ട് നമുക്കിത് വിസിറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. ആലപ്പുഴ ബീച്ചിലെ ഈവനിങ് ടൈം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റാണ്. ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടൈമിൽ മറ്റു ബീച്ചുകളെല്ലാം വിട്ട് ആലപ്പുഴ ബീച്ചിൽ ഒരുപാട് ആൾക്കാർ, അതിന് പുറമെ അത്ര ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റികളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ പാരാഗ്ലൈഡിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അപ്പുറത്തും പല കളികളും പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് ഈ സൈഡ് കൂടെ ബീച്ച് സൈഡിൽ മണ്ണ് വാരി കളിക്കുക, ബീച്ച് എൻജോയ്മെൻറ്റ് ചെയ്യുക, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ടൈം, ഏതാണ്ട് ഒരു 7 മണി വരെ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. നമുക്ക് എത്ര ടൈം കഴിഞ്ഞാലും ഇവിടുന്ന് പോകാൻ തോന്നില്ല, അത്രയും എൻ്റർടൈനിങ് ആണ്, മനോഹരമാണ്. എല്ലാവരും വന്ന് ഒരു വട്ടമെങ്കിലും ഈ ഒരു റിസോർട്ടും ഈ ഒരു ബീച്ചും എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ നൈറ്റ് ഒരു 8 മണിയോട് കൂടിയായി നമ്മൾ ഫുഡ് അടിക്കാനുള്ള പ്ലാനിലാണ്. ഇവിടെ തൊട്ടടുത്ത് ബാറും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബീറും അതുപോലെ തന്നെ ഫുഡും രണ്ടും കൂടി ഒരേ ടേബിളിൽ ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഞങ്ങൾ മെയിനായിട്ട് നൂഡിൽസ്, കേരള പൊറോട്ട, ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഒരു ആശ്വാസമുള്ളത്, നമുക്ക് ഈ ഒരു ചൂടുള്ള ടൈമിൽ, ആലപ്പുഴയിൽ ഞങ്ങൾ വന്ന ടൈമിൽ നല്ല ചൂടുള്ള ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ ഡൈനിങ്ങിനൊപ്പം ഒരു ബീറൊക്കെ ഇരുന്ന് കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എൻ്റർടൈനിങ് തരുന്ന ഒരു പരിപാടിയാണ്. ഈസയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഭക്ഷണം. ഇവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. ക്വാണ്ടിറ്റി ആയാലും ക്വാളിറ്റി ആയാലും അതിൽ ഒരു കോംപ്രമൈസും വയ്ക്കാത്ത ഒരു തരം എല്ലാ തരം ഫുഡുകളും ഇവർ ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറുതായിട്ട് അവിടെ നിന്നൊരു പാഴ്സൽ പോലെ എടുത്ത് പ്ലേറ്റിലെടുത്ത് നമ്മൾ റൂമിൽ കൊണ്ടുവന്ന് കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളെടുത്ത ഈ ഒരു റൂമിൻ്റെ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൽ ആദ്യമായിട്ട് നമുക്ക് ഫ്രൂട്ട്സാണ് കൊണ്ടുവന്ന് തന്നത്, ഫ്രഷ് ജ്യൂസും ഫ്രൂട്ട്സും. അതങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദോശയും ഓംപ്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് മെയിനായിട്ട്. എന്നാൽ പോലും ഒരു 3 തരം, ഇപ്പോൾ ദോശ, ബ്രെഡ്, ജാം, ഓംപ്ലേറ്റ് അങ്ങനെയുള്ള, അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസും തന്നു, ഫ്രൂട്ട്സും തന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോംബോ കാറ്റഗറിയിൽ വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് വിത്ത് ടീ. എന്തായാലും കൊള്ളാം. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വളരെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എടുത്ത് ഒരു ഉച്ചയോടുകൂടി തൃശ്ശൂർ എത്താറായി. അപ്പോൾ പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.